അങ്കോള ശിരൂർ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ ലോറിയോടെ കാണാതായ ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യത്തിൽ നിർണായക വഴിത്തിരിവ്. അർജുനായി തിരച്ചിൽ നടത്തിയ മൺകൂനയിൽ ലോറി ഇല്ലെന്ന് കണ്ടെത്തൽ. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറി കണ്ടെത്താനായില്ലെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ സ്ഥിരീകരിച്ചു. പ്രദേശത്തെ 98% മണ്ണും നീക്കി. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇതിൽ കൂടുതൽ മണ്ണെടുക്കാനാകില്ല. ഇനിയും മണ്ണ് നീക്കിയാൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നു. തുടർ പരിശോധന സൈന്യത്തിന്റെ തീരുമാനപ്രകാരമായിരിക്കും. പുഴയിൽ പരിശോധന അതിസങ്കീർണമാണ്. പരിശോധന തുടരുന്നതിനാൽ നാവികസേനയുടെ നിർദ്ദേശത്തിനായി കാക്കുകയാണ്. തിരച്ചിലിൽ വിവേചനം കാട്ടിട്ടില്ല. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ളവരും നമ്മുടെ മനുഷ്യർ തന്നെയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന് സമീപത്തെ ഗംഗാവാലി പുഴയിൽ അർജുനായുള്ള തിരച്ചിൽ നടത്താനുള്ള ആലോചനയിലാണ് അധികൃതർ. രക്ഷാപ്രവർത്തനത്തിനായി ഉച്ചയോടെ സൈന്യം എത്തിയിരുന്നു. ബലഗാവിൽ ക്യാമ്പിൽ നിന്നുള്ള സംഘമാണ് രക്ഷാദൌത്യത്തിനായി എത്തിയത്. 3 സൈനിക വാഹനങ്ങളായി 40 പേരാണ് എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് സൈന്യത്തെ എത്തിക്കാനുള്ള ആവശ്യം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപകട സ്ഥലം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സന്ദർശിച്ചിരുന്നു. ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ് ശിരൂരിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിരുന്നു. കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സൈന്യം ഇത്തരം പ്രതിസന്ധികളെ മറികടക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്നലെ വൈകിട്ടാണ് മണ്ണിനടിയിൽ ലോഹാവശിഷ്ടം 70% ഉണ്ടെന്ന സൂചന റഡാറിൽ നിന്നും ലഭിച്ചത്. ഇവിടെ കേന്ദ്രീകരിച്ചാണ് മണ്ണ് നീക്കൽ നടത്തിയിരുന്നത്. സൈന്യം എത്തിയ സാഹചര്യത്തിൽ അവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. NDRF പുഴയിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനം വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി അർജുന്റെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. 6 നാളായിട്ടും അർജുനെ കണ്ടെത്താൻ ആകാത്തത് ഗുരുതര വീഴ്ചയെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. കണ്ണാടിക്കലിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയിലും സമചിത്തത കൈവിടാതെ ഇന്നലെ വൈകിട്ട് വരെ മാധ്യമങ്ങളോട് പ്രതികരിച്ച അർജുന്റെ കുടുംബം രാത്രിയുടെ ആകെ തളർന്നതോടെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം അണപൊട്ടിയത്. ഇന്നലെ രാത്രി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നാട്ടുകാർ ഇന്ന് കണ്ണാടിക്കലിൽ പ്രതിഷേധ സംഗമവും പ്രതിഷേധവും പ്രകടനവും നടത്തി. ചെറുപ്പം മുതൽ അർജുനുമായി ഏറെ ബന്ധമുള്ള അയൽക്കാർക്കും മണിക്കൂറുകൾ എണ്ണിയുള്ള ഈ കാത്തിരിപ്പ് സമ്മാനിക്കുന്നത് വലിയ വേദനയാണ്. രക്ഷാപ്രവർത്തനത്തിന് കരസേന നിയോഗിക്കണമെന്നും സന്നദ്ധരായ നാട്ടുകാരെ ഉൾപ്പെടെ അവിടേക്ക് പോകാൻ അനുവദിക്കണമെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. കരസേന എത്തുന്ന കാര്യം വൈകിട്ടോടെ സ്ഥിരീകരിച്ചിരുന്നു. പ്രതീക്ഷ നശിക്കുകയാണെന്നും നടപടികൾ ഇനിയും വൈകിപ്പിക്കരുതെന്നുമായിരുന്നു അർജുന്റെ മാതാവ് ഒടുവിൽ പ്രതികരിച്ചത്. അപ്പോഴേക്കും പ്രതീക്ഷ കൈവിടാതെ മകനെ ചേർത്ത് പിടിച്ച് അർജുന്റെ ഫോൺ നമ്പറുകളിലേക്ക് മാറി മാറി വിളിക്കുകയാണ് ഭാര്യ കൃഷ്ണപ്രിയ. അപകടമുണ്ടായപ്പോൾ മുതൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ അറിയിച്ചിരുന്നു. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയെന്നും അപകട സാധ്യത ഉണ്ടായിട്ടും ഓപ്പറേഷൻ തുടരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. 98% മണ്ണ് മാറ്റിയെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് തന്നെ മുഴുവൻ മണ്ണും നീക്കാനാകുമെന്ന് പ്രതീക്ഷിച്ചതായും അറിയിച്ചിരുന്നു. സ്ഥലത്ത് വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. ട്രക്കിന്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പുഴയിൽ തിരച്ചിലും നടത്തുന്നു. പുഴയിലും മണ്ണിടിച്ചിൽ മൂലം വലിയ മൺകൂനകൾ രൂപപ്പെട്ടുവെന്ന് മന്ത്രി ചൂണ്ടിക്കാണിച്ചു. രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച മന്ത്രി പുഴയിലെ മൺകൂനകളിലും പരിശോധന നടത്താൻ NDRF സംഘത്തോട് അഭ്യർത്ഥിച്ചു. നാവികസേനയും തിരച്ചിൽ നടത്തുന്നു. ആര് അപകടത്തിൽപ്പെട്ടാലും നമ്മുടെ ജനങ്ങളാണ്. എല്ലാവരുടെയും ജീവന് വിലയുണ്ട്. ജില്ലാ ഭരണകൂടം സാധ്യമായതെല്ലാം ചെയ്തു. ലോറിയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.